ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് വീട്ടിൽ നോമ്പ് തുറയാണ്. ഇവിടെ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കിലോ പത്തിരിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുള്ള മാവാണ് ഇവിടെ വാട്ടിയെടുക്കുന്നത്. മാവൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. മാവിനെയൊക്കെ ഇവിടെ കുഴച്ച് ഓരോ ബൗൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരാൾ അതിനെ പരത്തി എടുക്കുന്നുണ്ട്. നാത്തൂനും അനിയത്തിയും കൂടിയാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി പ്രസ് ചെയ്യലും പരത്തലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തായിട്ട് ഉമ്മ ഇതൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പുറത്തുള്ള അടുപ്പിലാണ് ഉമ്മ ഇതൊക്കെ ചുട്ടെടുക്കുന്നത്. കുട്ടികൾ രണ്ടാളും ഉറങ്ങി എണീക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ എല്ലാ പണികളും തീർക്കണം പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിൽ ഉള്ളി അരിയാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇറച്ചിയൊക്കെ കഴുകിയെടുക്കണം. അങ്ങനെ ഇറച്ചി മുഴുവൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ റോളിനും കട്ട്ലറ്റിനുള്ള ഇറച്ചി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഇറച്ചിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഷവർമ്മയ്ക്കുള്ള ഇറച്ചി കൂടി നമ്മളിത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്കുള്ള മസാലയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കലൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ആങ്ങളെ ഷവർമ്മക്കുള്ള കാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് മോന് ക്യാരറ്റും ചീകി എടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ റോളിനുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്ത്, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത്, കുറച്ച് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് അതിനെ മൂടി വയ്ക്കുക. മൂടി വെച്ച് അത് കഴിഞ്ഞത് മാവിട്ട് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് അതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 2 കുട്ടികളല്ലാത്ത എല്ലാവർക്കും അവിടെ പണിയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയിൽ ഏർപ്പെട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പണികളും എളുപ്പമാവുകയും ചെയ്യും. പിന്നെ ഇതിവിടെ വന്നിട്ട് ചിക്കൻ റോളിനുള്ള മസാലയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മസാലയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിലേക്ക് ഇടാനുള്ള ചിക്കൻ വേവിച്ചുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതും കൂടി ഇട്ട് കൊടുത്താൽ മസാല തയ്യാറായി. ഇനി ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ റോളിനുള്ള മാവൊക്കെ പരത്തി അതിൻ്റെ ഫില്ലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്ന് റോൾ ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഷവർമ്മയുടെ ഫില്ലിങ് കൂടി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ മയോണീസും ക്യാരറ്റും കാബേജും ചിക്കൻ വറുത്തതും ഒക്കെ ഇട്ടിട്ട് ഷവർമ്മക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി പോക്കറ്റ് ഷവർമ്മയ്ക്കുള്ള ബ്രെഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ 4 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റും ബ്രെഡും ചിക്കൻ റോളും ഒക്കെ നമുക്കൊന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി ഒന്ന് എടുക്കണം. അതിൻ്റെ പണിയാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കാതിരുന്നത്. പോക്കറ്റ് ഷവർമ്മയ്ക്കുള്ള ബ്രെഡും കട്ട്ലറ്റും ചിക്കൻ റോളും എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പോക്കറ്റ് ഷവർമ്മയിലും കൂടി അതിൻ്റെ ഫില്ലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ എണ്ണക്കടിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വെക്കാനുള്ളത് ബീഫ് കറിയാണ്. ബീഫ് വരട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ പുറത്തുള്ള അടുപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത്രയും നേരം അവരെല്ലാവരും കൂടി അവിടെയൊക്കെ പണിയെടുത്തു. ഇനിയുള്ള പണികളൊക്കെ എനിക്കാണുള്ളത്. ബീഫും ചിക്കൻ കുറുമയും നെയ്ച്ചോറും ഒക്കെ വെക്കേണ്ടത് എൻ്റെ പണിയാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഇവിടെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുറുമ വെക്കാം. ചിക്കൻ കുറുമയ്ക്കുള്ള മസാലയൊക്കെ ഇവിടെ വണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇറച്ചിയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇതിനൊന്ന് നന്നായി വണക്കിയ ശേഷം ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെക്കാം. വേവിച്ച് അതിലേക്ക് തേങ്ങ അരച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു മുറി നാരങ്ങ നീരും കൂടി ഒഴിച്ച് അതിൽ നിന്ന് ഇറക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് നെയ്ച്ചോറാണ് തയ്യാറാക്കാനുള്ളത്. നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ചോറ്റിനുള്ളതൊക്കെ താളിച്ച് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും ഇട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി അത് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ നെയ്ച്ചോറൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണം. അതുപോലെ തന്നെ സർവത്തും എല്ലാം ഓരോ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും നിറച്ചിട്ട് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാം. അങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊറോട്ട മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത്. നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളെയൊന്നും വിളിച്ചിട്ടില്ല. നാത്തൂൻ്റെ വീട്ടുകാരെയും പിന്നെ ഞങ്ങളും മാത്രമാണ് ഉള്ളത്. നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇസ്മോൻ്റെയും ആലിമിൻ്റെയും കുറച്ച് വികൃതികളൊക്കെ കാണാം. നമ്മളെ കണ്ടുള്ള സന്തോഷം കൊണ്ടാണ് അവർ ഓരോന്ന് കാണിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൈ കാണിക്ക്
കുട്ടീൻ്റെ കൈ കാണല്ല കേട്ടോ, കുട്ടീൻ്റെ കൈ കാണില്ല. കൈ കാണിച്ചു തരണം, കൈ കാണിച്ചു തരണം. ഇസുമോൻ ചെയ്യുന്നത് കണ്ടിട്ട് ആലിമും അതേപോലെ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊക്കെയാണ് നോമ്പുതുറ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.